2024 പൊതു തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ 20 ലോക്സഭാ സീറ്റും നേടും എന്നുള്ള രീതിയിൽ എക്സിറ്റ് പോൾ സർവേകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും CPIMനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. CPIMന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അവർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദേശീയ അംഗമായിട്ടുള്ള, അതായത് ദേശീയ കമ്മിറ്റി അംഗമായിട്ടുള്ള AK ബാലൻ തന്നെ പറയുന്നുണ്ട്, പിന്നീട് മറ്റേതെങ്കിലും രീതിയിലുള്ള ചിഹ്നമായിരിക്കും ഉപയോഗിക്കേണ്ടത്. അത് ആളുകൾക്ക് സുപരിചിതമാകില്ല. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള നഷ്ടങ്ങൾ അതെന്തുമാത്രം ആഘാതമായിരിക്കും പാർട്ടിക്ക് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് അവധ പറയുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം തട്ടിവിടുന്നത്. പക്ഷേ ഇതൊന്നും കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJP എതിർക്കാൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടേണ്ടതും അത് നൽകേണ്ടതും ജനങ്ങളുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായും കോൺഗ്രസിലേക്ക് വോട്ടുകൾ എത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ടുഡേ സർവേയിൽ കൃത്യമായി പറയുന്നുണ്ട്, UDFന് 45% വോട്ടും ഇടതുപക്ഷത്തിന് 30% വോട്ടുമായിരിക്കും ലഭ്യമാവുക. ഒരുപക്ഷെ 30%-ൽ നിന്നും കുറയാനും സാധ്യതയുണ്ട്. NDAക്ക് അവിടെ വലിയ രീതിയിലുള്ള ഹൈപ്പ് കിട്ടും. പക്ഷേ സീറ്റായി അത് കൺവേർട്ട് ചെയ്യാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നത്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കം പ്രമുഖരായ പലരും കേരളത്തിൽ നിന്ന് തന്നെ ജനവിധി തേടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് UDFന് കൂടുതൽ സീറ്റുകൾ ലഭ്യമാകും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. ഭൂരിപക്ഷവും കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ UDFന് കിട്ടിയത് 19 സീറ്റുകളാണെങ്കിൽ ഇക്കുറി അത് 20-ൽ 20 ആക്കാൻ തന്നെയാണ് പടപ്പുറപ്പാട് എന്നുള്ളത് KPCCയുടെ അധ്യക്ഷനായ K സുധാകരൻ തന്നെ പറഞ്ഞു. കണ്ണൂരിലെ സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള K സുധാകരൻ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് കൂടിയാണ്. അങ്ങനെ കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് UDF അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം. അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്ന ഏക സിറ്റിംഗ് സീറ്റ് ആലപ്പുഴയിലെ AM ആരിഫാണ്. അതുകൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ പിന്നീട് മറ്റേത് ചിഹ്നം അനുവദിച്ചാലും അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കും. സംസ്ഥാന പാർട്ടി പദവി മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിലേക്ക് തന്നെയാണ് കൂപ്പുകുത്താൻ പോകുന്നതെന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിരൽ ചൂണ്ടുന്നുണ്ട്.